അക്കൗണ്ടിൽ കിടക്കുന്ന പണം വെറുതെ നോക്കിയിരുന്നാൽ വളരില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ എവിടെ നിക്ഷേപിക്കണമെന്ന് ചോദിച്ചാൽ പലർക്കും കൃത്യമായ ഉത്തരമില്ല എന്നതാണ് സത്യം. 2026 ജൂണിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ നിലവിലെ പണപ്പെരുപ്പ് നിരക്ക് 4.38% മുകളിലാണെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ സാമ്പത്തിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിനർത്ഥം ബാങ്ക് അക്കൗണ്ടിൽ വെറുതെ കിടക്കുന്ന നിങ്ങളുടെ പണത്തിന്റെ മൂല്യം ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഓഹരി വിപണിയിലോ മ്യൂച്വൽ ഫണ്ടിലോ പണം നിക്ഷേപിച്ച് ലാഭം കൊയ്യണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. 78,500 എന്ന സംഖ്യയ്ക്ക് ചുറ്റും നിൽക്കുന്ന ഈ സമയത്ത് പുതിയ നിക്ഷേപകർ അറിഞ്ഞിരിക്കേണ്ട 10 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മുൻകരുതലുമില്ലാതെ നിക്ഷേപത്തിന് ഇറങ്ങിത്തിരിച്ചാൽ ലാഭത്തിന് പകരം വലിയ നഷ്ടമായിരിക്കും കാത്തിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെയും പഠനത്തോടെയും മാത്രമേ സാമ്പത്തിക വിപണിയിലേക്ക് ചുവടുവെക്കാവൂ. തുടക്കക്കാർ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതും കൃത്യമായൊരു സാമ്പത്തിക ലക്ഷ്യം നിശ്ചയിക്കുക എന്നതാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പണം നിക്ഷേപിക്കുന്നതെന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. വീട് വെക്കാനോ, പുതിയ കാർ വാങ്ങാനോ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണോ, അതോ നിങ്ങളുടെ റിട്ടയർമെന്റ് കാലത്തേക്കാണോ പണം നിക്ഷേപിക്കുന്നതെന്ന് ആദ്യമേ തീരുമാനിക്കണം. കാരണം ഓരോ ആവശ്യങ്ങൾക്കും നിക്ഷേപിക്കേണ്ട സ്ഥലങ്ങൾ വ്യത്യസ്തമാണ്. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ വീട് പണിയാൻ വേണ്ടിയുള്ള പണം ഒരിക്കലും ഓഹരി വിപണിയിൽ നിക്ഷേപിക്കരുതെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. പകരം ഇത്തരം ഹ്രസ്വകാല ആവശ്യങ്ങൾക്കായി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പോലെയുള്ള താരതമ്യേന സുരക്ഷിതമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാം. എന്നാൽ 5-10 വർഷം കഴിഞ്ഞുള്ള വലിയ ആവശ്യങ്ങൾക്കായി മ്യൂച്വൽ ഫണ്ടുകളോ ഓഹരികളോ പരിഗണിക്കാവുന്നതാണ്. ലക്ഷ്യം തീരുമാനിച്ചാൽ അടുത്തതായി നിങ്ങളുടെ നഷ്ടസാധ്യത നേരിടാനുള്ള ശേഷി എന്താണെന്ന് മനസ്സിലാക്കണം. ഉയർന്ന ലാഭം കിട്ടുന്ന നിക്ഷേപങ്ങൾക്ക് ഉയർന്ന നഷ്ടസാധ്യതയും ഉണ്ടാകുമെന്നതാണ് സാമ്പത്തിക വിപണിയിലെ അടിസ്ഥാന നിയമം. ഓഹരി വിപണിയിലെ നിക്ഷേപം ചിലപ്പോൾ വലിയ ലാഭം തരുമെങ്കിലും അപ്രതീക്ഷിതമായ നഷ്ടം വരുത്താനും സാധ്യതയുണ്ട്. ഇതിന് പകരമായി പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളോ ബാങ്ക് FDയും വലിയ റിസ്ക് ഇല്ലാത്തതും എന്നാൽ ഉറപ്പായ കുറഞ്ഞ ലാഭം മാത്രം തരുന്നതുമാണ്. നിങ്ങളുടെ പ്രായം, മാസവരുമാനം, നിലവിലെ സാമ്പത്തിക ബാധ്യതകൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് റിസ്ക് എടുക്കാനുള്ള നിങ്ങളുടെ ശേഷി വിലയിരുത്തേണ്ടത്. ചെറുപ്പക്കാർക്ക് കൂടുതൽ കാലം നിക്ഷേപിക്കാൻ സാധിക്കുന്നതിനാൽ ഉയർന്ന റിസ്ക് എടുക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ റിട്ടയർമെന്റ് പ്രായത്തോട് അടുക്കുന്നവർ സുരക്ഷിതമായ നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധി. അറിവില്ലാത്ത മേഖലകളിൽ ഇറങ്ങി പുറപ്പെടരുത് എന്നത് മറ്റൊരു നിർണായക കാര്യമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് വിപണിയെക്കുറിച്ചും വ്യത്യസ്ത നിക്ഷേപ ഉപകരണങ്ങളെക്കുറിച്ചും രീതികളെക്കുറിച്ചും കൃത്യമായി പഠിച്ചിരിക്കണം. യൂട്യൂബ് വീഡിയോകൾ കണ്ടോ, സുഹൃത്തുക്കൾ പറഞ്ഞു എന്ന ഒരൊറ്റ കാരണത്താൽ മാത്രം എവിടെയും പണം നിക്ഷേപിക്കരുതെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഓരോ ഫണ്ടിന്റെയും ചരിത്രം, അതിന് പിന്നിലെ കമ്പനിയുടെ സാമ്പത്തിക ഭദ്രത എന്നിവ പരിശോധിക്കാൻ സമയം കണ്ടെത്തണം. ഒരു ഡിമാറ്റ് അക്കൗണ്ട് വഴി ഓഹരികൾ വാങ്ങുമ്പോൾ അതിന് പിന്നിലുള്ള സെബിയുടെ നിയന്ത്രണങ്ങളും ചട്ടങ്ങളും കൂടി അറിഞ്ഞിരിക്കേണ്ടതും അനിവാര്യമാണ്. നിക്ഷേപം എപ്പോഴും പലയിടങ്ങളിലായി വീതിച്ചു നൽകുക എന്നതാണ് സാമ്പത്തിക വിദഗ്ധർ നിർദ്ദേശിക്കുന്ന നിയമങ്ങളിൽ മറ്റൊന്ന്. നിങ്ങളുടെ കൈവശമുള്ള എല്ലാ പണവും ഒരൊറ്റ ഓഹരിയിലോ ഫണ്ടിലോ നിക്ഷേപിക്കുന്നത് വലിയ അബദ്ധമാണ്. സ്വർണം, റിയൽ എസ്റ്റേറ്റ്, മ്യൂച്വൽ ഫണ്ട്, സർക്കാർ നിക്ഷേപ പദ്ധതികൾ എന്നിങ്ങനെ പലയിടങ്ങളിലായി വേണം പണം നിക്ഷേപിക്കാൻ. ഇതിലൂടെ ഒരു മേഖല തകർന്നാലും മറ്റു മേഖലകളിലെ ലാഭം നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത കാത്തുസൂക്ഷിക്കും. ഈ രീതി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ മൊത്തത്തിലുള്ള റിസ്ക് ഗണ്യമായി കുറയ്ക്കാനാണ് സഹായിക്കുക. മാത്രമല്ല, നിക്ഷേപം തുടങ്ങുന്നതിന് മുൻപ് തന്നെ 6 മാസത്തെ നിങ്ങളുടെ അത്യാവശ്യ ചെലവുകൾക്ക് വേണ്ടിയുള്ള ഒരു തുക എമർജൻസി ഫണ്ടായി മാറ്റിവെക്കേണ്ടത് നിർബന്ധമാണ്. ആശുപത്രി ആവശ്യങ്ങളോ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയോ വരുമ്പോൾ പെട്ടെന്ന് പണം ആവശ്യമായി വന്നേക്കാം. ഇത്തരം ഘട്ടങ്ങളിൽ ദീർഘകാല നിക്ഷേപം പാതി വഴിയിൽ പിൻവലിക്കുന്നത് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. സേവിങ്സ് അക്കൗണ്ടിലോ വളരെ വേഗം പണം പിൻവലിക്കാൻ സാധിക്കുന്ന ലിക്വിഡ് ഫണ്ടുകളിലോ ആയിരിക്കണം ഈ എമർജൻസി ഫണ്ട് എപ്പോഴും സൂക്ഷിക്കേണ്ടത്. ഇതിനൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നികുതി ബാധ്യതകൾ. പല നിക്ഷേപങ്ങളിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് സർക്കാരിലേക്ക് നികുതി നൽകേണ്ടി വരും. ഇതിനെക്കുറിച്ച് മുൻകൂട്ടി ധാരണയില്ലാത്തത് പിന്നീട് വലിയ ബാധ്യതയായേക്കാം. ഉദാഹരണത്തിന്, ചില നിക്ഷേപങ്ങൾക്ക് ആദായ നികുതി ഇളവുകൾ ലഭിക്കുമ്പോൾ മറ്റു ചിലതിന് പുതിയ നിയമപ്രകാരം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ബാധകമാകും. നിങ്ങളുടെ നികുതി സ്ലാബ് അനുസരിച്ച് ഏത് നിക്ഷേപമാണ് ഏറ്റവും കൂടുതൽ ലാഭം തരുന്നത് എന്ന് സാമ്പത്തിക ഉപദേഷ്ടാവുമായി സംസാരിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നിക്ഷേപം ആരംഭിക്കുമ്പോൾ എപ്പോഴും ചെറിയ തുകയിൽ തുടങ്ങാനാണ് ഔദ്യോഗിക വൃത്തങ്ങൾ ഉപദേശം നൽകുക. കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ ഒറ്റയടിക്ക് നിക്ഷേപിക്കുന്നതിന് പകരം മാസം തോറും ചെറിയ തുക മാറ്റിവെച്ച് ചിട്ടയായ നിക്ഷേപ പദ്ധതിയായ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി തുടങ്ങാവുന്നതാണ്. വെറും 500 രൂപ മുതൽ പോലും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം ആരംഭിക്കാൻ സാധിക്കും. ഇത് വിപണിയുടെ സ്വഭാവം കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും.
സ്വന്തം സാമ്പത്തികാരോഗ്യം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു കൃത്യമായ ബജറ്റ് ഉണ്ടാക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ മാത്രമേ മാസം എത്ര രൂപ നിക്ഷേപിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമാകുകയുള്ളൂ. കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ കൂട്ടുപലിശയുടെ ശക്തി എന്താണെന്ന് ഓരോ നിക്ഷേപകനും അറിഞ്ഞിരിക്കണം. നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന് ലാഭം കിട്ടുകയും ആ ലാഭത്തിന് വീണ്ടും ലാഭം കിട്ടുകയും ചെയ്യുന്ന രീതിയാണിത്. എത്ര നേരത്തെ നിക്ഷേപം തുടങ്ങുന്നുവോ അത്രയും കൂടുതൽ കാലം നിങ്ങളുടെ പണം വളരാൻ സമയം ലഭിക്കും. പണം സമ്പാദിക്കാൻ കാണിക്കുന്ന അതേ താല്പര്യം അത് എവിടെ സുരക്ഷിതമായി നിക്ഷേപിക്കണം എന്ന് കണ്ടെത്താനും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. വിപണിയിലെ വ്യാജ വാഗ്ദാനങ്ങളിൽ ഒരിക്കലും വീണു പോകരുത്. 10 ദിവസം കൊണ്ട് പണം ഇരട്ടിയാക്കാം എന്ന് പറയുന്ന തട്ടിപ്പ് സ്കീമുകളിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കണം. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുകയും വേണം. ഏറ്റവും അവസാനമായി ഒരു നിക്ഷേപകന് വേണ്ടത് ക്ഷമയാണ്. ഒറ്റ രാത്രി കൊണ്ട് ആർക്കും കോടീശ്വരനാകാൻ കഴിയില്ല എന്ന് എപ്പോഴും ഓർക്കണം. വിപണിയിൽ കയറ്റിറക്കങ്ങൾ തീർത്തും സ്വാഭാവികമാണ്. വിപണി താഴേക്ക് പോകുമ്പോൾ പരിഭ്രാന്തരായി നിക്ഷേപം പിൻവലിക്കുന്നതിന് പകരം കാത്തിരിക്കാൻ തയ്യാറാകണം. പെട്ടെന്നുള്ള ലാഭത്തേക്കാൾ ദീർഘകാല നിക്ഷേപങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ പണപ്പെരുപ്പത്തെ മറികടന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സാധിക്കുക. സാമ്പത്തിക നിക്ഷേപം എന്നത് ലോട്ടറി അടിക്കുന്നത് പോലെയല്ല. അതിന് കൃത്യമായ അച്ചടക്കവും സമയവും ആവശ്യമുള്ള ഒരു യാത്രയാണ്. ഈ അടിസ്ഥാന നിയമങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഭാവിയിലെ സാമ്പത്തിക ആവശ്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്വന്തമാക്കാം. അറിവോടെയും ആസൂത്രണത്തോടെയും നിക്ഷേപിച്ചാൽ മാത്രമേ പണം നിങ്ങളെ തേടി വരികയുള്ളൂ. ഇനിയും വൈകിക്കേണ്ട. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും ഇന്ന് തന്നെ നിക്ഷേപിച്ചു തുടങ്ങുക. ഇന്നത്തെ നിങ്ങളുടെ ചെറിയൊരു തീരുമാനം നാളത്തെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ഈ വീഡിയോ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുക.